എൻ്റെ ഇന്നത്തെ വീഡിയോ മുളക് പൊടിയൊന്നും ചേർക്കാത്ത വളരെ ടേസ്റ്റിയായ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. ചെറുതായി അരിഞ്ഞ മാങ്ങയിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കഴുകി നല്ലതുപോലെ തോർത്തിയെടുക്കുക. ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ദിവസം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നതാണ്. അച്ചാറിടുന്നതിന് വേണ്ടി നമുക്കൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുക്കാം. അതൊരു പരുവത്തിൽ മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കാന്താരിമുളകും കൂടി ഞാൻ ചതച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി മാങ്ങയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഈ ഒരു കളറിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് തലേദിവസം ശരിയാക്കി വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.